ഭീമ ഗോറേഗാവ് കേസിൽ മനുഷ്യാവകാശ പ്രവർത്തകനായ ഫാദർ സ്റ്റാൻ സാമി ഉൾപ്പെടെ 16 പേരെ മനഃപൂർവ്വം കുടുക്കി തടവിലാക്കാൻ ഉപയോഗിച്ചതായി പറയപ്പെടുന്ന തെളിവുകൾ കുറ്റാരോപിതരുടെ കമ്പ്യൂട്ടറുകളിൽ സ്ഥാപിച്ചത് പൂനെ പോലീസുമായി ബന്ധമുള്ള വാടക ഹാക്കർ സംഘമാണെന്ന വെളിപ്പെടുത്തൽ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് ആന്ത്രപ്പോളജി പ്രൊഫസറും ബ്രിട്ടീഷ് എഴുത്തുകാരിയുമായ ആൽഫ ഷായുടെ ദ ഇൻകാർസറേഷൻസ് ഭീമ ഗോറേഗാവ് ആൻഡ് സെർച്ച് ഫോർ ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ഈ വെളിപ്പെടുത്തലുള്ളത്. ഇന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതും ലോകമെങ്ങും വേരുകളുള്ളതുമാണ് ഈ ഹാക്കർ സംഘം. വിദൂര നിയന്ത്രിത സംവിധാനം വഴിയാണ് കുറ്റാരോപിതരുടെ കമ്പ്യൂട്ടറുകളിൽ വ്യാജ തെളിവുകളടങ്ങിയ രേഖകൾ ഹാക്കർ സംഘം നിക്ഷേപിച്ചത്. ഈ ഹാക്കർ സംഘവുമായി ഒരു പൂനെ പോലീസ് ഓഫീസർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് പുസ്തകത്തിൽ പറയുന്നു. ഭീമ ഗോറേഗാവ് സംഭവത്തിലെ പ്രതികളിൽ കുറഞ്ഞത് 3 പേരുടെയെങ്കിലും കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനും അവരെ കുടുക്കാൻ ഉപയോഗിച്ച ഇമെയിലുകളും ഫയലുകളും സൃഷ്ടിച്ചതിലും പോലീസിന്റെ പങ്കിനെക്കുറിച്ച് പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഫാദർ സ്റ്റാൻ സാമി ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറിന്റെ ഇലക്ട്രോണിക് കോപ്പി US ഡിജിറ്റൽ ഫോറൻസിക് സ്ഥാപനമായ ആഷ്നൽ നേരത്തെ വിശദമായി പരിശോധിച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശോധനയിലും 50-ലേറെ ഫയലുകൾ സ്റ്റാൻ സാമിയുടെ ഹാർഡ് ഡിസ്കിൽ സൃഷ്ടിച്ചതെന്ന് വ്യക്തമായിരുന്നു. ഭീമ ഗോറേഗാവ് യുദ്ധത്തിന്റെ 200ാം വാർഷികത്തോടനുബന്ധിച്ച് 2018 ജനുവരി 1-നുണ്ടായ സംഘർഷങ്ങളുമായും ഇതിനു മുന്നോടിയായി നടന്ന എൽഗാർ പരിഷത്ത് എന്ന ദളിത് സംഘവുമായും മാവോയിസ്റ്റ് സംഘടനകളുമായും ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് അന്ന് 83-കാരനായ ഫാദർ സ്റ്റാൻ സാമി അടക്കമുള്ള മനുഷ്യാവകാശ വിദ്യാഭ്യാസ പ്രവർത്തകരായ 16 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ കേവലം ആരോപണങ്ങൾ മറയാക്കി വൃദ്ധവൈദികനെ തടവിലാക്കുകയായിരുന്നു. തടവിൽ കഴിയുന്നതിനിടെ നിരവധി തവണ മനുഷ്യാവകാശ ലംഘനത്തിനിരയായ വൈദികൻ കൂടിയാണ് അദ്ദേഹം. രോഗബാധിതനായി മുംബൈ തലോജ ജയിലിലായിരുന്ന അദ്ദേഹത്തെ കോടതി ഇടപെടലിനെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് തലോജ ജയിലിൽ നിന്ന് നവി മുംബൈയിലെ ഹോളി ഫാമിലി ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റി. 2021 ജൂലൈ 5-ന് മുംബൈ ഹോളി ഫാമിലി ആശുപത്രിയിലായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമിയുടെ അന്ത്യം. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കസ്റ്റഡി മരണത്തെ ബ്രിട്ടീഷ് പാർലമെന്റും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും UN-ഉം അപലപിച്ചിരുന്നു.